സാർ 20 വർഷം മുൻപ് ചോയ്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസി എറണാകുളത്ത് തുടങ്ങുമ്പോൾ ഒരുപക്ഷെ വിരലിൽ എണ്ണാവുന്ന സ്റ്റഡി അബ്രോഡുകളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. തീർച്ചയായും അതെ. ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് സ്റ്റഡി അബ്രോഡുകളാണ് കേരളത്തിൽ ഉടനീളമുള്ളത്. അപ്പൊ ഈ കോമ്പറ്റീഷൻ കൂടുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് മറ്റ് ഏജൻസികൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരു സ്റ്റുഡൻറ്റിനോട് പറഞ്ഞിട്ട് സ്റ്റുഡൻറ്റിനെ പറഞ്ഞയക്കുക, അല്ലെങ്കിൽ ഒരു കറക്റ്റ് കോഴ്സ് അല്ല അവരെടുക്കുന്ന കോഴ്സ് കറക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു പ്രൊഫൈലിനനുസരിച്ചുള്ള കോഴ്സ് ആയിരിക്കില്ല എടുക്കേണ്ടാവുക. ആ കൺസൾട്ടൻസിന് കൂടുതൽ ലാഭം കിട്ടുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് എടുത്ത് പറഞ്ഞയക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത ഓഫറുകൾ കൊടുത്ത് സ്റ്റുഡൻറ്റ് ആ ഒരു ഓഫറിൻ്റെ പുറത്തായിരിക്കും സ്റ്റുഡൻറ്റ് പോകുന്നുണ്ടാവും. അപ്പോൾ അവിടെ ചെന്ന് അവനെ ഇത് കാണുമ്പോൾ ടോട്ടലി ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്, ടോട്ടലി ആ ഒരു പ്രോഗ്രാം തന്നെ ടോട്ടലി ഫെയിലിയർ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു ജെന്യൂൻ കൺസൾട്ടൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള പോസിറ്റീവ്സ് പറയാം, അതിൻ്റെ ഒപ്പം തന്നെ നെഗറ്റീവ്സ് പറഞ്ഞു കൊടുത്ത് അവൻ്റെ പ്രൊഫൈലിനനുസരിച്ച് കോഴ്സ് ചൂസ് ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെയാണ് ഒരു ജെന്യൂൻ ആയിട്ട് കൺസൾട്ടൻസി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക.